ആണോ? കണക്കായിപ്പോയി. ആടി, നീ എന്നാ പണി ഇവിടെ ചെയ്യുള്ളൂ. ഈ വീട്ടിലെ അവളെ പിടിക്കാത്തത് നിനക്ക് മാത്രമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്ന കുട്ടിയാണ് പാവം. അതിന്റെ 2 കാലം ഒടിച്ച് ഒരു മൂലക്ക് ഇരുത്തി. കൂടുതൽ കളിച്ചാലേ നിങ്ങളിൽ ഞാനൊരു മൂലക്ക് ഇരുത്തും. എന്താടി നീ പറഞ്ഞത്? ഇതൊക്കെ കണ്ടിട്ട് നീ അങ്ങനെ സന്തോഷിക്കണ്ടീ. ഇതിനുള്ള സമ്മാനേ നിനക്ക് ഞാൻ തരുന്നുണ്ട്. നിങ്ങക്ക് പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്തോ. ഒരടി എനിക്ക് കിട്ടിയാ അത് 100 എണ്ണാക്കി തിരിച്ചു തരും ഞാന്. ഞാൻ ചെയ്തതിലേ ഇതുവരെ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. അവൾക്ക് അർഹിച്ച തന്നെ അവൾക്ക് കിട്ടിയത്. അത് നിങ്ങക്ക് മനസ്സിലാവണമെങ്കിലേ നിങ്ങൾക്ക് ഒരു മകൾ ഉണ്ടാവണം. എന്നിട്ട് അവളുടെ ഭർത്താവിന്റെ കൂടെ മറ്റൊരു പെണ്ണ് നടക്കണം. ഏതൊരു കാര്യത്തിലേ പെണ്ണുങ്ങൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോ, പക്ഷെ സ്വന്തം ഭർത്താവിന്റെ കാര്യത്തില് അത് ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയില്ല ഒരു ഭാര്യ. അവൻ വരട്ടെ, അവന്റെ അടുത്ത് ഞാൻ വള്ളി പുള്ളി തെറ്റാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിനക്ക് വേണ്ടത് വയർ നിറച്ച് അവൻ തന്നോളൂ. ആരാത്? അവൻ വന്നു. എന്തൊക്കെ ഒന്ന് വൈകി? തുടങ്ങിയ അവളുടെ ചോദ്യം ചെയ്ത്. ഞാൻ ഷെമീറാന്റെ വീട് വരെ ഒന്ന് പോയതാ. എന്തായാലും നന്നായടാ. വിവരറിഞ്ഞപ്പോ നീ അവളൊന്ന് പോയി കണ്ടല്ലോ. സ്നേഹമുള്ളവർ അങ്ങനെ തന്നെ. ഷെമീറാക്ക് എന്താ പറ്റിയത്? എങ്ങനെ അവള് വീണത്? എങ്ങനെ അവള് വീണെന്നല്ല, എങ്ങനെ അവളെ വീഴ്ത്തിന്ന് ചോദിക്കി നിന്റെ ഭാര്യന്റെ അടുത്ത്. തലതാഴ്ത്തി കൊണ്ട് നിൽക്കാണ്ട് പറഞ്ഞു കൊടുക്കടി ഷെമീറാൻ അങ്ങനെ വീഴ്ത്തിന്ന്. ഇവളെന്തിനാ ഷെമീറാനെ വീഴ്ത്തിരുന്നത്? അസൂയ. പെണ്ണിന് പെണ്ണാണല്ലോ ശത്രു. ഇവൾക്ക് അവളെ കണ്ണെടുത്താ കണ്ടൂടാ. അവളുടെ റൂമിലെ തറയിൽ എണ്ണ ഒഴിച്ച് വെച്ചാക്ക ഇവള്. 1 ലിറ്റർ എണ്ണയല്ലേ ഈ പെണ്ണ് അവിടെ കൊണ്ട് ഒഴിച്ചത്. പാവത് അതിൽ ചവിട്ടി വഴുക്കി കൊണ്ട് നടുവും തല്ലി വീണ് അതിന്റെ 2 കാലത്ത് എല്ലും ഒടിഞ്ഞു. സാബിറ, ഉമ്മ പറഞ്ഞത് സത്യമാണോ? നീയാണോ ഷെമീറാനെ വീഴ്ത്തിയിട്ട്? അതെ, ഞാൻ തന്നെ അവളെ വീഴ്ത്തിയിട്ടത്. അത് ഉമ്മ പറഞ്ഞ പോലെ എനിക്ക് അവളുടെ അടുത്തുള്ള അസൂയ കൊണ്ടൊന്നല്ല. അതിന് കാരണം ഇക്ക തന്നെ. ഞാനോ? ഞാൻ നിങ്ങളുടെ ആരാ? ഭാര്യയല്ലേ. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എടുക്ക. സ്വന്തം ഭർത്താവിന്റെ കൂടെ മറ്റൊരു പെണ്ണിൽ കറങ്ങാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, സിനിമയ്ക്ക് പോവുക, പിന്നെ മണിക്കൂറോളം റൂമിൽ വാലടച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഏത് ഭാര്യ എടുക്ക സഹിക്കുക? സ്വന്തം ഭർത്താവിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ഭാര്യമാർക്കും ഇതൊന്നും ദഹിക്കില്ലക്ക. അവളൊരു വള്ളി പൊട്ടിയ കേസാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. നിൽക്കെങ്കിലും അതൊന്ന് കണ്ടറിഞ്ഞ് മാറി നിൽക്കണ്ടേ? അതും ഇല്ല. സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിലേ എല്ലാ ഭാര്യമാരെ പോലെ തന്നെ ഞാനും. ഇതിപ്പോ ഞാൻ ഇവിടുത്തെ വേലക്കാരിയും നിങ്ങൾ ഭാര്യയും ഭർത്താവും. ഇനി അവളിങ്ങനത്തെ വേഷക്കെട്ടിൽ കൊണ്ട് ഇങ്ങോട്ട് വന്നാ ഇതെല്ലാം ഞാൻ ചെയ്യ. സാബി, എന്തിനാണ് നീ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അതല്ല ഞാൻ നിന്നൊന്നും പറയാണ്ടിരുന്നത്. നീ അവിടെ നിന്ന് എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ആരിനെ ഒന്നും ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാരും കൂടി എന്നെ കൂടി ഇതൊക്കെ ചെയ്യിപ്പിച്ച തന്നെ. മറ്റുള്ളവരുടെ കാര്യമൊക്കെ പോട്ടെ, ഇക്ക പോലും എന്നെ കൂടെ നിന്നില്ലല്ലോ. എടി, എനിക്കെല്ലാം മനസ്സിലായി. നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞ്. എനിക്കൊന്ന് ഉറങ്ങണം. ആ ലൈറ്റ് ഒന്ന് ഓഫാക്ക്. നീ ഉറങ്ങിക്കോ, പക്ഷെ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ഉറങ്ങിയാ മതി. ഞാൻ ഷെമീറാന്റെ കൂടെ അവള് വിളിക്കുന്നോടേക്കൊക്കെ പോണതും അവളുടെ കൂടെ നടക്കണതൊക്കെയല്ലേ നിന്റെ പ്രശ്നം? അതിനൊരു കാരണമുണ്ട് സാബി. അവൾക്ക് ക്യാൻസർ ആടി. അഞ്ചു വർഷം എത്ര തുടങ്ങിയിട്ട് ഈയിടെയായിട്ട് അവര് അറിഞ്ഞത്. കുറച്ച് പ്രശ്നമാണ് അവളുടെ കാര്യം. പിന്നെ അവളെ കുറിച്ച് നിനക്കറിയാലോ, കുറച്ച് പിടിവാശിക്കാരി അവള്. അവളെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. അതാണ് അവളുടെ ആറ്റിറ്റ്യൂഡ്.
പിന്നെ നിനക്കറിയാലോ, അവൾക്ക് ഞാൻ വെച്ച വലിയ കാര്യ. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചും കളിച്ചൊക്കെ വളർന്നവരല്ലേ. അതൊക്കെ കൊണ്ടാ അവൾ ഇപ്പോഴും എന്റെ കൂടെ തന്നെ നടക്കുന്നത്. അല്ലാണ്ട് നീ വിചാരിക്കുന്ന പോലെ വേറെ ഒന്നുമില്ല അതില്. ഇങ്ങനൊരു അസുഖം അവൾക്കുണ്ടെന്നും അവൾക്ക് അറിയില്ല. മരുന്ന് കഴിക്കണ്ടെങ്കിലും വലിയ പ്രതീക്ഷ ഒന്നും വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. അതൊക്കെ കൊണ്ടാ ഞാൻ അവളുടെ എല്ലാ കളികൾക്കും ഒന്ന് കൂട്ടു നിൽക്കുന്നത്. നമുക്ക് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യം അവളുടെ ഉമ്മാക്കും പാപ്പാക്കും പിന്നെ എനിക്കും ഉമ്മാക്കും മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ നിനക്കും. എന്തൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ആ പാപത്തിന് ഞാന് നിങ്ങൾ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാണെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ചെയ്യോ? ഞാൻ എന്തൊക്കെയാ ചെയ്തത്? അതൊന്നും കുഴപ്പമില്ല സാബി, നീ പേടിക്കൊന്നും വേണ്ട. അവളുടെ കാലത്ത് എല്ലൊന്നും ഒടിഞ്ഞിട്ടില്ല. അതെന്തോ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. അത് ആ തുണിയില്ലേ അത് ചുറ്റിയിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ അത് മാറിക്കോളൂ. പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ നിന്നെ പറ്റിച്ചതല്ലേ. ഇപ്പൊ നിനക്ക് സമാധാനമില്ലേ? ഇനി നിനക്ക് എന്നോട് മിണ്ടാലോ. എന്നാലും പാവൊക്കെ അവള്. ഞാൻ അവളെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. എനിക്ക് അവളൊന്ന് കാണണം. അതിനെന്താ, നമുക്ക് പോവാം. നാളെ നമുക്ക് രണ്ടാൾ കൂടി അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോവാം. ആ വരി. ഷമീറ, ധാര വന്നാക്കണ നോക്ക്. ആ അമ്മായി. ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി എന്നെ എവിടെയെങ്കിലും വീഴ്ത്തിയിടാനിരിക്കും. സോറി ഷമീറ, നീ എന്നോട് ക്ഷമിക്ക്. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. തെറ്റ് പറ്റിപ്പോയി. എന്റെ രണ്ട് കാലും ഓടിയാണ്ടിരുന്നതേ എന്റെ നല്ല കാലം കൊണ്ടാ. എന്റെ രണ്ട് കാലും ഓടിച്ച് എന്നെ ഒരു മൂലയ്ക്ക് ഇരുത്താന്ന് വിചാരിച്ചില്ലടി നീ. നടക്കില്ലടി, നിന്റെ ഒരു പ്ലാനും നടക്കില്ല. എന്റെ കാലത്തെ വേദന ഒന്ന് കുറയട്ടെ, ഇനി ഞാൻ അവിടേക്ക് തന്നെ വരൂടി. ഇതിനുള്ള മറുപടി അപ്പ തരാം ഞാൻ നിനക്ക്. നീ അതൊന്നും കാര്യാക്കണ്ട സാബി. നീ എന്തുകൊണ്ടാ അവളുടെ അടുത്ത് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അമ്മായിക്ക് മനസ്സിലായി. അതൊക്കെ പോട്ടെ. സോറി അമ്മായി, എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നും കുഴപ്പമില്ലടി ഉങ്ങേ. ഞാൻ പിന്നെ ഇതങ്ങനെ ആരെടുത്തും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് പിന്നെ അങ്ങനെ പറഞ്ഞു നടക്കാൻ പറ്റിയ കാര്യമൊന്നുമില്ലല്ലോ. അവളൊരു പെണ്ണല്ലേ മാനെ. അവളുടെ ഭാവിയും ആലോചിച്ചിട്ട് ഞാൻ ആരെടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ മാനും ആരെടുത്തൊന്നും പറയണ്ടാട്ടടി. ഇല്ല അമ്മായി, ഞാൻ ആരടുത്തും പറയില്ല. പിന്നെ അവളുടെ കാലത്തെ വേദനയൊക്കെ മാറിയാലേ അവളെ അങ്ങോട്ട് വിട്ടാക്കി. അവൾക്ക് അവിടെ ഇരിക്കാൻ നല്ല ഇഷ്ടാ. ഞാൻ നോക്കിക്കോളാം അവളിനെ.